എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കടമ്പാട്ടുകുണം, മുക്കട, പാരിപ്പള്ളി എന്നിവിടങ്ങളിലെ നാഷണൽ ഹൈവേയുടെ വർക്കിൻ്റെ അപ്ഡേറ്റാണ്. കൊല്ലം, തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തി പ്രദേശമായ കടമ്പാട്ടുകോണം മുതൽ കാവനാട് വരെയാണ് ശിവാലയ പ്രോജക്റ്റ് ലിമിറ്റഡ് വർക്ക് ചെയ്യുന്നത്. ഈ ഭാഗങ്ങളിൽ സർവീസ് റോഡിൻ്റെയും മെയിൻ റോഡിൻ്റെയും വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മെയിൻ റോഡിൻ്റെ സെക്കൻഡ് ലെയർ ടാറിങ്ങും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും കൊല്ലം ഭാഗത്തേക്ക് വരുമ്പോൾ പാരിപ്പള്ളി, പരവൂർ, ചടയമംഗലം ഭാഗത്തേക്ക് പോകുന്നവർക്ക് ഇവിടെയുള്ള എക്സിറ്റാണ് എടുക്കേണ്ടത്. മുക്കടയിലുള്ള അണ്ടർപാസിൻ്റെ വർക്ക് നടക്കുന്നതിനാൽ ഇപ്പോൾ വാഹനങ്ങൾ സർവീസ് റോഡ് വഴിയാണ് കടത്തിവിടുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് സർവീസ് റോഡുകളുടെയും മെയിൻ റോഡുകളുടെയും പാരിപ്പള്ളിയിലും മുക്കടയിലും നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെയും അണ്ടർപാസുകളുടെയും കൂടാതെ എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റുകളുടെയും പരിപൂർണമായ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അണ്ടർപാസിൻ്റെ നിർമ്മാണത്തിലുള്ള അശാസ്ത്രീയത ഇവിടെ വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. വർക്കല റോഡ് അവസാനിക്കുന്ന ഭാഗത്തായിരിക്കണമായിരുന്നു അണ്ടർപാസ് നിർമ്മിക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന അണ്ടർപാസ് 100 മുതൽ 150 മീറ്റർ മാറിയാണ് ഇങ്ങനെ നിർമ്മിച്ചത് മൂലം ഭാവിയിൽ ഒരു ഗതാഗത കുരുക്ക് ഉണ്ടാവാൻ വളരെ അധികം ചാൻസ് ഉണ്ട്. അല്പം വീതിയുള്ള അണ്ടർപാസ് നിർമ്മിച്ചു എന്നത് മാത്രമാണ് ഇവിടെ അല്പം ആശ്വാസമായി ഉള്ളത്. മുക്കടയിൽ നിർമ്മിക്കുന്ന അണ്ടർപാസിനും പാരിപ്പള്ളിയിൽ നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിനും ഇടയ്ക്ക് 1 കിലോമീറ്റർ താഴെ ഡിസ്റ്റൻസ് ഉള്ളതിനാൽ മൊത്തത്തിൽ 6 വാൾ ഉപയോഗിച്ചുള്ള നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പാരിപ്പള്ളിയിൽ നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ വർക്കാണ്. ഇതിൻ്റെ 2 സെക്ഷൻ്റെ ടോപ്പ് കോൺക്രീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അവസാനത്തെ ഭാഗത്തിൻ്റെ കോൺക്രീറ്റിംഗ് വർക്കുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഫ്ലൈ ഓവറിന് അനുബന്ധമായിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ 6 വാളിൻ്റെ വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. പാരിപ്പള്ളിയിൽ നിന്നും കൊല്ലം ഡയറക്ഷനിലേക്കുള്ള സർവീസ് റോഡ് ചെന്ന് അവസാനിക്കുന്നത് ടോൾ ഗേറ്റിലേക്കാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154 155 156 157
ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പാരിപ്പള്ളി ഫ്ലൈ ഓവറിൻ്റെ വടക്ക് ഭാഗത്തെ വർക്കാണ്. ഇവിടെ ഫ്രിക്ഷൻ സ്ലാബുകൾ സ്ഥാപിക്കുന്നതും മെറ്റൽ നിരത്തുന്നതുമായ വർക്കുകളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ പാരിപ്പള്ളി, പരവൂർ, പള്ളിക്കൽ ഭാഗത്തിലേക്ക് പോകുന്നവർ ഈ ഒരു എക്സിറ്റാണ് എടുക്കേണ്ടത്. ഈ ഭാഗങ്ങളിൽ സർവീസ് റോഡിൻ്റെ വർക്ക് ഒരിക്കൽ കംപ്ലീറ്റ് ആക്കിയതാണ്. എന്നാൽ പോലും ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന അവസ്ഥയാണ്. അതിരൂക്ഷമായ ചൂടും പൊടിയും കാരണം ഈ പ്രദേശങ്ങളിലെ വ്യാപാരത്തെ തന്നെ ബാധിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുന്ന പരവൂറും ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നത് പള്ളിക്കൽ ഭാഗത്തേക്കുമാണ്. പാരിപ്പള്ളി മുതൽ മുക്കട വരെ 6 വാൾ ഉപയോഗിച്ചുള്ള നിർമ്മാണമായതിനാൽ ഒരുപാട് മണ്ണിൻ്റെ ആവശ്യമുണ്ട്. ഇവിടെയൊന്നും കറുത്ത മണ്ണ് അല്ല ഉപയോഗിക്കുന്നത്. ആറിവാൾ നിർമ്മിക്കുന്ന ഭാഗത്ത് ചുമന്ന മണ്ണ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഡ്രെഡ്ജ് ചെയ്ത് കൊണ്ടുവരുന്ന മണ്ണ് ഉപയോഗിക്കുന്നതായി കണ്ടില്ല. അത് സെൻട്രൽ ഭാഗങ്ങളിൽ നിരത്താൻ മാത്രമാണ് പല സ്ഥലങ്ങളിലും കണ്ടിരിക്കുന്നത്. ഇത് മുക്കട അണ്ടർപാസിൻ്റെ മറു സൈഡാണ്. ഇപ്പോൾ മുക്കടയിലുള്ള അണ്ടർപാസും കംപ്ലീറ്റായി ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ വാഹനങ്ങളെല്ലാം ഇതുവഴി തന്നെയാണ് കടന്നു പോകുന്നത്. മുക്കടയിൽ അണ്ടർപാസിന് അപ്രൂവൽ ലഭിക്കുന്നതിന് മുമ്പ് പാരിപ്പള്ളിയിൽ നിന്ന് തിരുവനന്തപുരം ഡയറക്ഷനിലേക്ക് പോകുമ്പോഴുള്ള എക്സിറ്റ് പോയിൻറ്റും എൻട്രി പോയിൻറ്റും മുക്കട ജംഗ്ഷനിൽ തന്നെയായിരുന്നു. പാരിപ്പള്ളിയിൽ നിന്ന് വരുമ്പോൾ
തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകാനായിട്ടുള്ള എൻട്രി പോയിൻ്റ് ഇതുവരെ നിർമ്മിച്ചിട്ടില്ല. താൽക്കാലികമായിട്ടുള്ള ഒരു എൻട്രി പോയിൻ്റ് വഴിയാണ് ഇപ്പം മെയിൻ റോഡിലേക്ക് പ്രവേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മുക്കട നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ തെക്ക് വശമാണ്. ഈ ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബുകൾ സ്ഥാപിച്ചു, മണ്ണ് നിരത്തി കഴിഞ്ഞു, മെറ്റൽ നിരത്തി താറങ്ങിനായിട്ടുള്ള പണികൾ നടക്കുന്നുണ്ട്. അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നും പാരിപ്പള്ളി ഡയറക്ഷനിലേക്കുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ഭാഗത്തുള്ള ക്രാഷ് ബാരിയറിൻ്റെ എല്ലാം വർക്ക് കടമ്പാട്ടുകോണം വരെയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനിടയ്ക്ക് ഇനി ഒരു എൻട്രി പോയിൻ്റ് വരാൻ ചാൻസ് ഉണ്ടോ എന്നറിയില്ല. ഇനി എൻട്രി പോയിൻ്റ് വരുന്നുണ്ടെങ്കിൽ കടമ്പാട്ടുകോണം, അതായത് RDS പ്രോജക്റ്റ് ലിമിറ്റഡിൻ്റെ ഭാഗത്ത് മാത്രമാണ് വരാനുള്ളത്. ആ ഭാഗത്ത് ഇതുവരെ വർക്കുകളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്താണ് അവിടുത്തെ അവസ്ഥയെന്നറിയില്ല. ഈ ഭാഗത്തെ സർവീസ് റോഡിൻ്റെ സെക്കൻഡ് ലെയർ ടാറിങ്ങും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. RDS പ്രോജക്റ്റ് ലിമിറ്റഡിൻ്റെ കടമ്പാട്ടുകോണം മുതൽ കഴക്കൂട്ടം വരെയുള്ള വർക്ക് ഇപ്പോഴും മന്ദഗതിയിൽ തന്നെയാണ് പോകുന്നത്. കടമ്പാട്ടുകോണത്തിനും മണമ്പൂറിനും ഇടയ്ക്ക് 1-2 സ്ഥലങ്ങളിൽ മാത്രമാണ് വർക്ക് നടക്കുന്നത്. ആറ്റിങ്ങൽ ബൈപ്പാസിൽ പാലത്തിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. കഴക്കൂട്ടത്തിനിടയ്ക്കും ഗർഡറുകൾ സ്ഥാപിക്കുന്ന ജോലികൾ മാത്രമാണ് നടക്കുന്നത്. ആക്റ്റീവായിട്ട് എവിടെയും കണ്ടില്ല. വർക്ക് ആക്റ്റീവായി തുടങ്ങുമ്പോൾ ഈ ഭാഗത്തെ പുതിയ വീഡിയോയുമായി കാണാം. ശിവാലയ പ്രോജക്റ്റ് ലിമിറ്റഡിൻ്റെ എൻഡ് ടു എൻഡ് വർക്ക് അപ്ഡേറ്റ് ആണ് ഈ 4-5 വീഡിയോകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.